ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം സ്കോഡ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങിലാണ് ഇവരുടെ കൈലാക്ക് എന്ന് പറയുന്ന പുതിയ സപ്പോമീറ്റർ SUV ഇറക്കിയിരിക്കുന്നത്. 7.89 ലാക്സിലായിരുന്നു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ 7.89 ലാക്സിൽ കിട്ടുന്ന വണ്ടിയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ബേസ് മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫീച്ചേഴ്സാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഗ്രില്ലൊക്കെ സെയിം ആണ്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ല് തന്നെയാണ് ബേസ് മോഡൽ പോലെ അവർ കൊടുക്കുന്നത്. പക്ഷേ വ്യത്യാസം വരുന്ന താഴത്തെ ഒരു സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് ബേസ് മോഡൽ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ബാക്കി സാധനങ്ങൾ ഇപ്പോൾ LED ലൈറ്റ്സ് ആയിക്കോട്ടെ, DRLs ആയിക്കോട്ടെ, സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ടോപ്പിൽ വരുന്ന പോലെ നമുക്ക് കോർണറിംഗ് ഫംഗ്ഷനുള്ള ഫോഗ് ലാംപ്സ് ഇതിൻ്റെ അകത്ത് LED ആയിട്ട് കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കി ഇതിൻ്റെ സിഗ്നേച്ചർ പ്ലസ് വരെയുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. സോ ബേസ് മോഡൽ എടുത്താലും LED ലൈറ്റ്സ് തന്നെ കിട്ടും. അതൊരു നല്ല പ്ലസ് പോയിന്റ് ആണ്. ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അലോയ് വീൽസിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് സാധാരണ സ്റ്റീൽ റിംസ് ആണ് കിട്ടുന്നത്. 16 ഇഞ്ച് വീൽസ് ആണ്, അവിടെ കോംപ്രമൈസ് ഇല്ല. 15 ഇഞ്ചൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും 16 ഇഞ്ച് എന്ന് പറയുമ്പോൾ 205, 60, R16 ആണ് ടയർ സൈസ് വരുന്നത്. സിഗ്നേച്ചർ പ്ലസ് വരെ ഈ സെയിം ടയർ സൈസ് തന്നെയാണ്. ടയർ സൈസ് അവർ മാറ്റിയിട്ടില്ല. സോ നിങ്ങൾക്ക് അലോ ഇടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെയിം ടയർ വെച്ച് തന്നെ നമുക്ക് ടയർ മാറ്റാതെ ഇതിനകത്തോട്ട് അലോ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡോർ ഹാൻഡിൽസും സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് സൈഡ് മിറേഴ്സ് എല്ലാം തന്നെ OR-beamsലാണ്. അതുപോലെ ഡോർ ഹാൻഡിൽസ് OR-beams എല്ലാം ബോഡി കളറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആകെപ്പാടൊരു ചെറിയ വ്യത്യാസം വരുന്ന ഡോർ ഹാൻഡിൽസിൽ ഒരു ക്രോം എലമെൻറ്റ് നമ്മൾ ടോപ്പ് എൻഡിൽ കണ്ട പോലെ ഉണ്ടാവില്ല എന്ന് മാത്രമാണ്. പിന്നെ റൂഫ് റെയിൽസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ബ്ലാക്ക് ഫിനിഷിലായിരിക്കും എന്ന് മാത്രം. ആൻറ്റിന പിന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല, കാരണം ഷാക്ക് ഫിൻ ആൻറ്റിന എന്തായാലും ഇല്ല. ഇതിനകത്ത് ഇനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അല്ല, അതുകൊണ്ട് ആൻറ്റിനയുടെ ആവശ്യമില്ല. പക്ഷേ ബോഡി ക്ലാഡിംഗ് ഒക്കെ നമുക്ക് ബ്ലാക്ക് കളറിൽ തന്നെ ത്രൂ ഔട്ട് റൺ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ബാക്കിലേക്ക് വരുമ്പം ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് വൈപ്പറോ ഡിഫോക്കറോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന സിൽവർ സ്കിറ്റ് പ്ലേറ്റും ഉണ്ടാവില്ല. റിയർ നമ്മുടെ പാർക്കിംഗ് സെൻസേഴ്സും അതുപോലെ തന്നെ റിഫ്ലക്ടർ ബേസ്ഡ് സാധനങ്ങളും ബമ്പറിൽ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇത് ബേസ് മോഡലല്ല, എക്സ്റ്റീരിയർ വെച്ച്. ഇൻറ്റീരിയർ കറക്റ്റ് ബേസ് മോഡലാണ്. അതുകൊണ്ടാണ് ചില ഇല്ല എന്ന് പറയുന്ന ഫീച്ചേഴ്സും ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അതെനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടല്ല. ഓക്കെ, പിന്നെ ബേസ് മോഡലില്ലാത്ത വേറൊരു സംഭവമാണ് ഈ ടെയിൽ ലാംപ്സ് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ബ്ലാക്ക് എലമെൻറ്റ്. അത് ബേസ് മോഡൽ മിസ്സിംഗ് ആണ്. പക്ഷേ സ്കോഡയുടെ ലെറ്ററിംഗ് ഒക്കെ എന്തായാലും ബാക്കിലുണ്ടാവും. പിന്നെ ടെയിൽ ലാംപ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് LED ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ടോപ്പ് എൻഡിൽ വരുന്ന പോലെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ റിവേഴ്സ് ലൈറ്റും LED അല്ല, അത് രണ്ട് ഹാലജൻ ആണ്. പക്ഷേ നമ്മുടെ മെയിൻ ലൈറ്റ് എന്ന് പറയുന്നത് ബേസ് മോഡലായാലും സിഗ്നേച്ചർ പ്ലസ് ആയാലും അതുവരെയുള്ള വേരിയൻസിൽ എല്ലാം സെയിം തന്നെയാണ് കിട്ടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ പറയാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ ബാക്കിൽ ക്യാമറയൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നുള്ളൂ. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ക്യാമറ എന്തായാലും ഉണ്ടാവില്ലല്ലോ. ഏതായാലും നമുക്ക് ഇനി ഈ വാഹനത്തിന് ഇൻറ്റീരിയറിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കിട്ടുന്നത് എന്ന് നോക്കാം. സോ ഡാഷ്ബോർഡ് ലേഔട്ടിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലും അതുപോലെ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ലേഔട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഡുവൽ ടോൺ ക്യാബിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ഡാഷ്ബോർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ താഴത്തെ ഒരു ബേജ് പോലത്തെ ഇൻറ്റീരിയർ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് പോർഷൻ മൊത്തം മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. പക്ഷേ എന്നാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കി സാധനങ്ങൾ ഫീച്ചേഴ്സിൻ്റെ കേസിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. മൊത്തം റഫ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇത്തിരി ബേസിക് ആയിട്ടുള്ളൊരു ഫീൽ തീർച്ചയായും നമുക്ക് തോന്നും. അതുപോലെ സ്റ്റിയറിംഗ് വീൽ എടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. നമുക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് മാറ്റ് സ്റ്റിയറിംഗ് വീലാണ് തന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ലെതർ റാപ്പിംഗ് ഒന്നും ഉറപ്പായിട്ടില്ല. അതിപ്പം ഈസി ആയിട്ട് നമുക്ക് ഗസ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിലും അത് നമുക്ക് ഇതിൻ്റെ തൊട്ട് മുകളിലും അതുപോലെ ബേസ് മോഡലിലും കിട്ടുന്ന സെയിം ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആണ്. 3.5 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ള ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. സെമി ഡിജിറ്റലാണ്. ടാക്കോമീറ്ററും അതുപോലെ സ്പീഡോമീറ്ററും എല്ലാം നമുക്ക് അനലോഗ് ഫിനിഷിൽ തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് ഡോർ ഹാൻഡിൽസും നമുക്ക് ക്രോം ഫിനിഷ് അല്ല കിട്ടുന്നത്, മാറ്റ് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഫിനിഷിൽ കിട്ടി തുടങ്ങും. പിന്നെ നമ്മുടെ ഡോർ പാഡ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ഇതിനകത്ത് കാണാം. സോ ബേസ് മോഡൽ പോലെ തന്നെ 4 പവർ വിൻഡോ ഉണ്ട്. അതുപോലെ സീറ്റ്സ് ആണെങ്കിൽ നമ്മുടെ OR-beams ആണെങ്കിൽ പോലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് കിട്ടുന്നത്. ഇലക്ട്രിക്കലി ഫോൾഡിംഗ് ഫീച്ചർ നമുക്ക് ബേസ് മോഡൽ മുതൽ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ സെൻറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും ഈ വാഹനത്തിൽ അവൈലബിൾ അല്ല. അതിന് വരും ജസ്റ്റ് ഒരു ബോക്സ് ആണ് വരുന്നത്. വേണമെങ്കിൽ 2 വെക്കാം, ടച്ച് സ്ക്രീൻ വെക്കണമെങ്കിൽ അത് വെക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. പക്ഷേ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടില്ല. അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ AC വെൻസ് വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ താഴത്ത് നമുക്ക് മാനുവൽ AC കൺട്രോൾസ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ബേസ് മോഡലും അതുപോലെ സെക്കൻഡ് ബേസിലും നമുക്ക് മാനുവൽ AC മാത്രമേ കിട്ടുന്നുള്ളൂ. അതിൻ്റെ മുകളിലത്തെ വേരിയൻസിൽ 2 ഓട്ടോ ACയുടെ ഓപ്ഷൻ വരുന്നത്. അതുപോലെ ഇതിനകത്ത് സെൻട്രൽ ലോക്കിംഗ്, റിമോട്ട് ലോക്കിംഗ് തുടങ്ങിയ സംഭവങ്ങളെല്ലാം അവൈലബിൾ ആണ്. ആകപ്പാട് ഇല്ലാത്തത് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. അതിപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻ്റ് എടുക്കുകയാണെങ്കിലും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ 12 പവർ സോക്കറ്റും അതുപോലെ തന്നെ ഗിയർ ലിവർ നമുക്ക് ലെതർ റാപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ക്രോം എലമെൻറ്റ്സ് ഒന്നുമില്ല. ലെതർ റാപ്പ് താഴത്തെ പോർഷനിലാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഫ്രണ്ടിൽ ആംറസ്റ്റ് അവൈലബിൾ അല്ല. അതുപോലെ ഹാൻഡ് ബ്രേക്കിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ടിപ്പാണ് വരുന്നത്. ഇനി ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് മാനുവൽ ഡേ നൈറ്റ് IR-beams അവൈലബിൾ ആണ്. അത് ഇതിൻ്റെ സിഗ്നേച്ചർ പ്ലസ് വരെ ഈ സെയിം OR-beams ആണ്. അതിൻ്റെ മുകളിലാണെങ്കിൽ
ഓട്ടോ ഡിമിങ്ങിൻ്റെ ഓപ്ഷനുള്ളൂ. പിന്നെ ക്യാബിൻ ലാമ്പൊക്കെ അവർ ടോപ്പ് പോർഷനിൽ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റ്സ് നമുക്ക് ഇതിനകത്ത് ഫാബ്രിക് ഫിനിഷിലാണ് കിട്ടുന്നത്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൊത്തം ബ്ലാക്ക് സീറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ടോപ്പ് വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് ഡ്യുവൽ ടോണിൻ്റെ കോമ്പിനേഷൻ കിട്ടുന്നത്. ഇതിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിൽ ചെറിയൊരു ഡ്യുവൽ ടോൺ എലമെൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിൽ വരെ നമുക്ക് ഇഷ്ടംപോലെ ഡ്യുവൽ ടോൺ എലമെൻറ്റ്സ് അതിൽ കാണാം. അതുപോലെ ബാക്കിലത്തെ സീറ്റ് നോക്കുകയാണെങ്കിലും അതും നമുക്ക് മൊത്തം ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ആൻഡ് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ഉറപ്പായിട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് ബാക്കിലുണ്ട്. റിയർ AC വെൻസ് ഈ ഒരു വേരിയൻറ്റിൽ മാത്രം അവൈലബിൾ അല്ല. അതുപോലെ റിയർ ആംറെസ്റ്റും അവൈലബിൾ അല്ല. റിയർ AC വെൻസ് വേണമെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ സിഗ്നേച്ചർ വേരിയൻ്റ് എടുത്താൽ കിട്ടും. പക്ഷേ റിയർ ആംറെസ്റ്റ് കിട്ടണമെങ്കിൽ സിഗ്നേച്ചർ പ്ലസ് തന്നെ എടുക്കണം. സോ ബേസ് മോഡൽ നമുക്ക് ആ ഒരു ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം ലോഡാണ്. നമുക്ക് 6 എയർ ബാഗ്സ് ബേസ് മോഡൽ പോലെ കിട്ടുന്നുണ്ട്. ESP ട്രാക്ഷൻ കൺട്രോൾ അതൊക്കെ ഉണ്ട്. ആകപ്പാടില്ലാത്ത TPMS അതായത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇല്ല. അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റും ഈ ഒരു ബേസ് മോഡൽ കിട്ടുന്നില്ല. പക്ഷേ സാഡ്ലി ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിൽ പോലെ അവൈലബിൾ അല്ല. നമുക്കത് കിട്ടണമെങ്കിൽ സിഗ്നേച്ചർ പ്ലസ് തന്നെ എടുക്കണം. ഇനി ഈ ഒരു വേരിയൻറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിനാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ വേറെ ആരും ഇത്ര നല്ല എഞ്ചിൻ കൊടുക്കുന്നില്ല. 1 ലിറ്റർ TSI അതായത് ടെർബോ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിൻ. ഫോക്സ്വാഗൻ TSI അതായത് ടെർബോ സ്ട്രാറ്റിഫൈഡ് ഇഞ്ചക്ഷൻ എന്നാണ് വിളിക്കുന്നത്. സംഭവം സെയിം ടെക്നോളജി തന്നെയാണ്. GDI അതായത് ഹ്യുണ്ടായുടെ 1 ലിറ്റർ GDI എഞ്ചിൻ ഉണ്ട്. അതുപോലെ മഹീന്ദ്രയ്ക്ക് ഒരു 1.2 GDI എഞ്ചിൻ ഉണ്ട്. അതൊക്കെ സെയിം ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ആ ഒരു ടെക്നോളജി നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസിൽ കിട്ടുന്നതെന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. 115 PS അതുപോലെ 178 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നല്ല എഞ്ചിനാണ് ഈ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ ഗിയർ ബോക്സ് ആണെങ്കിൽ പോലും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ ബേസ് മോഡൽ ആയതുകൊണ്ടില്ല. പക്ഷേ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഓപ്ഷനും സ്കോഡ കൊടുക്കുന്നുണ്ട്. പിന്നെ ബേസ് മോഡൽ പോലെ 6 സ്പീഡ് മാനുവൽ തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. ടാറ്റയൊക്കെ 5 സ്പീഡ് മാനുവലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റ് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ 1.2 NA എഞ്ചിൻസ് ആയിരിക്കും, അല്ലെങ്കിൽ 1.2 MPFIയിൽ തന്നെ വരുന്ന ടർബോ ചാർജ്ഡ് എഞ്ചിൻസ് ആയിരിക്കും. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ഈ വണ്ടി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഒരു പ്രൈസ് പോയിന്റ് ഇത്രയും നല്ല എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് കോമ്പിനേഷൻ തരുന്ന വേറെ വണ്ടിയൊന്നുമില്ല. ഇനി അടുത്ത ഇതിൻ്റെ പ്രൈസിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 7.89 lakhs എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് പ്രൈസിലാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ തൊട്ട് മുകളിലുള്ള വേരിയൻ്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1.7 lakhsനടുത്ത് പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. എക്സ്ഷോറൂമിൽ ഓൺ റോഡ് അതിലും കൂടുതലായിരിക്കും. എങ്ങനെയായാലും 1.9 ആ റേഞ്ചിലേക്ക് പ്രൈസ് ഡിഫറൻസ് പോകും. അത്ര എമൗണ്ട് നിങ്ങൾ അഡീഷണൽ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് അതിൽ കിട്ടും എന്നുള്ളത് ഞാൻ അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ആവശ്യത്തിന് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ സ്കോഡയുടെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാക്കി ഹ്യുണ്ടായോ അല്ലെങ്കിൽ ഈവൻ മാരുതിയോ അങ്ങനത്തെ കമ്പനികളൊക്കെ എടുത്തിട്ട് ബേസ് മോഡലിൽ അഡീഷണൽ സാധനങ്ങൾ കയറ്റുന്ന പോലെ ഇതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യമില്ലെങ്കിൽ ഇങ്ങനെ പണികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് ചിലപ്പോൾ ഇതിൻ്റെ വയറിംഗ് ഹാർനസ് ആയിട്ട് അത് ഫിറ്റ് ആവില്ല. അതുപോലെ കപ്ലർ ടു കപ്ലർ ഫിറ്റിംഗ് ചിലപ്പം പോസിബിൾ ആവില്ല. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു വേരിയൻ്റ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കമ്പാരിറ്റീവ്ലി നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഫോക്കസ് ഇല്ല, ജസ്റ്റ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാത്രം വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എഞ്ചിൻ ഗിയർ ബോക്സ് ആ ഒരു സംഭവമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ എന്തായാലും നല്ല ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. അതാണ് എനിക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് ഈ വാഹനത്തെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ കേരളത്തിലെ എസ്റ്റിമേറ്റഡ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 9.35 lakhs ആണ്. കറക്റ്റ് പ്രൈസ് അല്ല, കറക്റ്റ് പ്രൈസ് അറിയണമെങ്കിൽ നിങ്ങൾ ഡീലർഷിപ്പിൽ പോകണം. സോ ഇതാണ് കൈലാക്കിൻ്റെ ബേസ് മോഡലിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.